ആലപ്പുഴ അമ്പലക്കുളങ്ങ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ 62കാരി കൊല്ലപ്പെട്ട നിലയിൽ കണ്ടു. അവരൊറ്റയ്ക്കായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അവരെ വീടിനടുത്തുള്ള അബൂബക്കർ എന്ന 68കാരനെ അമ്പലക്കുളങ്ങര പോലീസ് അറസ്റ്റ് ചെയ്തു. പക്ഷേ അയാൾ നിരപരാധിയാണ് എന്ന് മക്കളെല്ലാവരും കൂടെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു. ഏതായാലും 62കാരിയുടെ വീട്ടിൽ അവരൊറ്റയ്ക്കായിരുന്നു താമസം. ആ വീടിനകത്ത് അവർ കട്ടിലെ മരിച്ചു കിടക്കുന്നു. അവരെ വീടിനകത്ത് മുളക് പൊടി വിതറിയിരിക്കുന്നുണ്ട്. അതൊരു സംശയമായി. അവർ സ്വാഭാവിക ഡെത്താണ് എന്നാണ് പോലീസ് കരുതിയിരുന്നത്. പോസ്റ്റ്മോർട്ടത്തിൽ അവരെ കഴുത്ത് ഞെരിച്ച് കൊന്നിരിക്കുന്നു. കൂടാതെ ആരോ അവരെ റേപ്പ് ചെയ്തിരിക്കുന്നു. അതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ. എന്തായാലും അവരുടെ വീട്ടിലെ നിത്യസന്ദർശകനാണ് തൊട്ടടുത്തുള്ള അബൂബക്കർ എന്ന 68കാരൻ. ശുദ്ധനായ മനുഷ്യനാണ്, പാവമാണ്, മറ്റു കുഴപ്പക്കാരനൊന്നും അല്ല. പക്ഷേ ഇവരുമായിട്ട് വർഷങ്ങളായിട്ടുള്ള ബന്ധമുണ്ട്. അത് ഒരു ലൈംഗിക ബന്ധത്തോളം വളർന്നിട്ടുണ്ടാവണം. അതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പം അറസ്റ്റിലേക്ക് പോയത്. പോലീസ് അവിടെ അന്വേഷിച്ചപ്പം പകൽ മുഴുവൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് പുള്ളി സമ്മതിച്ചു. അതിനുശേഷം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കഴിഞ്ഞപ്പം പോലീസ് ഇയാളെ കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്തു. അപ്പോൾ മരിക്കുന്നതിന് മുമ്പ് അവരുമായിട്ട് സെക്ഷൽ റിലേഷൻ ഉണ്ടായി എന്ന് സമ്മതിച്ചു. പോസ്റ്റ്മോർട്ടത്തിൽ ആ വിവരങ്ങൾ അവരെ ആരോ റേപ്പ് ചെയ്തു എന്നുള്ള രീതിയിലുള്ള സർട്ടിഫിക്കറ്റാണ് വന്നിരിക്കുന്നത്. അതൊരു കൺസെൻ്റ് ആയിട്ടുള്ള സെക്ഷൽ റിലേഷൻ ആണോ എന്ന് നമുക്കറിയില്ല. ആയിരിക്കാനാണ് സാധ്യത വളരെ കൂടുതൽ. കാരണം അടുത്ത അയൽവക്കംകാരനാണ്. അവർ 62 വയസ്സുകാരി ഒറ്റയ്ക്ക് താമസിക്കുന്നതാണ്. അവിടെ നിത്യസന്ദർശകനാണ് തൊട്ടിപ്പുറത്തുള്ള ആൾ. അബൂബക്കർക്ക് 68 വയസ്സുണ്ട്. അയാളെ പോലീസ് ചോദ്യം ചെയ്തപ്പോൾ സമ്മതിച്ചു. അവർ അക്യൂട്ട് ആസ്മ പേഷ്യൻ്റ് ആയിരുന്നു, അവരുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടിരുന്നു എന്ന് അയാൾ സമ്മതിച്ചു. പോലീസ് ഇനി ഒന്നും ആലോചിച്ചില്ല, അയാളെ അറസ്റ്റ് ചെയ്തു. അതിനകത്ത് റേപ്പ് ഉണ്ടാവാം, ഏതായാലും കഴുത്ത് മുറുക്കി കൊന്നിരിക്കുന്നു, അത് താനല്ല എന്ന് പറഞ്ഞിട്ട് പോലീസ് വിശ്വസിക്കാൻ മേല. എന്തായാലും ആ വീട്ടിൽ നിന്നൊന്നും ഒന്നും മോഷണം പോയിട്ടില്ല. വീടിൻ്റെ മുൻവശം വാതിൽ ചവിട്ടി പൊളിച്ചിരിക്കുന്നു. ഇയാൾക്ക് ചവിട്ടിപ്പൊളിക്കേണ്ട ഒരു ആവശ്യമില്ല. അവിടെ ഫ്രീ ആയിട്ട് അബൂബക്കർ എപ്പോൾ വേണമെങ്കിലും ചെല്ലാം, പോകാം. അയൽവക്കംകാരനാണ്, എപ്പോഴും അവിടെ പോയിരുന്ന് വായു പിടിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. പക്ഷേ വീട് ചവിട്ടിപ്പൊളിച്ചിരിക്കുന്നു, അവിടെ മുളക് പൊടി വിതറിയിരിക്കുകയും ചെയ്തിരിക്കുന്നു. അതൊരു മോഷണം ആണ്. അബൂബക്കർ മോഷ്ടിക്കുന്ന ആളല്ല. എന്തായാലും പോലീസ് അയാളെ അറസ്റ്റ് ചെയ്തു. അയാളിപ്പോൾ റിമാൻഡ് ചെയ്തു. പക്ഷേ ആ വീട്ടിൽ നിന്ന് സ്വർണം പോയിട്ടില്ല, ഒന്നുമില്ല. അവർക്ക് ക്യാഷില്ല, ഒന്നുമില്ല. പാവപ്പെട്ട ഒരു സ്ത്രീയാണ്, ഒറ്റയ്ക്ക് താമസം. പക്ഷേ ആ വീട്ടിൽ നിന്ന് ഒരു മൊബൈൽ മോഷണം പോയിരിക്കുന്നു. അവർ മൊബൈൽ കാണാനില്ല. കഴിഞ്ഞ 17-ാം തീയതി ഈ സംഭവത്തിന് ശേഷം കഴിഞ്ഞ 17-ാം തീയതി ആ മൊബൈൽ ശബ്ദിച്ചു. അത് കരുനാഗപ്പള്ളി ലൊക്കേഷനാണ്. അവിടെയാണ് ആ മൊബൈൽ പോലീസ് ലൊക്കേറ്റ് ചെയ്തത്. കരുനാഗപ്പള്ളിക്കാരനായ ഒരു പല്ലനയിലെ സെയിലബ്ദി, അയാളുടെ ഭാര്യ അനീഷ, ഈ രണ്ടുപേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. പല്ലനയിൽ താമസിക്കുന്ന സെയിലബ്ദി നേരത്തെ ഈ 62 വയസ്സുകാരെ വീടിനടുത്ത് വാടകയ്ക്ക് താമസിച്ചിട്ടുണ്ട്. ഇപ്പോൾ അനീഷ എന്ന് പറയുന്ന സ്ത്രീ 3ാമത്തെ ഭാര്യയാണ്. കൂടെ അയാളെ കല്യാണം കഴിക്കും. ഇതിപ്പോൾ 3ാമത്തെ ആണെന്ന് അയാൾ സമ്മതിച്ചു. അനീഷയ്ക്ക് എപ്പിലെപ്സി ഉണ്ട്. എന്തായാലും പോലീസ് ഇവർ രണ്ടുപേരെയും കസ്റ്റഡിയിലെടുത്തു. അയാൾ ആ വീട്ടിൽ ചെന്നു. അനീഷയും ഉണ്ടായിരുന്നു കൂടെ. നേരത്തെ അവരുടെ വീടിനടുത്ത് വാടകയ്ക്ക് താമസിച്ച ആളായതുകൊണ്ട് അവിടെയൊക്കെ നല്ല പരിചയമാണ്. വീട് പൂട്ടിക്കിടക്കുകയായിരുന്നു. രാത്രിയിൽ വീടിൻ്റെ വാതിൽ പൊളിച്ച് അകത്ത് കയറി. രണ്ടുപേരും നല്ലതായിട്ട് മദ്യപിച്ചിരുന്നു. ആ സമയത്ത് വീട് മുഴുവൻ തപ്പി നോക്കിയിട്ട് 5 പൈസയും കിട്ടിയില്ല. ഒരു സ്വർണത്തിൻ്റെ ഒരു തരി പോലും അവിടെയില്ല. പിന്നെ ആകെ കിട്ടിയതൊരു മൊബൈൽ ഫോണാണ്. അത് 62 വയസ്സുള്ള അമ്മച്ചിയുടെയാണ്. ആ മൊബൈൽ ഫോണ് കിട്ടിയതാട്ടെ എന്ന് വിചാരിച്ച് അവർ കൊണ്ടുപോയി. അത് പല്ലനയിൽ താമസിക്കുന്ന സെയിലബ്ദിനെ അത് ഓൺ ചെയ്തു. പോലീസ് ലൊക്കേറ്റ് ചെയ്തു മൊബൈൽ ഫോണ്. നമ്പർ പോലീസിൻ്റെ കയ്യിലുണ്ടല്ലോ. അത് ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇയാളെ കസ്റ്റഡി എടുത്തപ്പോൾ ഇയാൾ കുറ്റം സമ്മതിച്ചു. അയാളെ അറസ്റ്റ് ചെയ്തു.
അയാൾക്ക് മൊബൈൽ മാത്രമേ കിട്ടിയുള്ളൂ, വേറെ ഒന്നും കിട്ടിയില്ല, വീട്ടിലൊന്നുമില്ല. പക്ഷേ അവർ രണ്ടുപേരെയും 62 വയസ്സുകാരി അമ്മച്ചി കണ്ടിരിക്കുന്നു, തിരിച്ചറിഞ്ഞു. തൻ്റെ വീടിന് തൊട്ടടുത്ത് താമസിക്കുന്ന ഇസൈൻ ലബ്ദീൻ എന്ന കൊച്ചുമോൻ ആണ് എന്നവർ തിരിച്ചറിഞ്ഞു. അതോടുകൂടി ഇത് പ്രശ്നമാവുമെന്ന് കരുതി കഴുത്തിലെ ഷാള് മുറുക്കി അവരെ കൊന്നു. അതേ സമയത്ത് അതിനു മുമ്പ് അബൂബക്കറുമായിട്ട് അവർ സംസാരിച്ചിരുന്നു, ബന്ധപ്പെട്ടിരുന്നു. വലിയ കടുത്ത ആസ്മ പേഷ്യൻ്റാണ്. അതുകൊണ്ട് അവർ കഴുത്ത് മുറുക്കി പെട്ടെന്ന് കൊല്ലാൻ സാധിച്ചു. ഒട്ടും ആരോഗ്യമില്ല സ്ത്രീയാണ്. അവരുടെ മൊബൈൽ മോഷണം പോയി എന്ന് മനസ്സിലാക്കിയപ്പോൾ, അല്ലെങ്കിൽ മൊബൈൽ കാണാനില്ല എന്ന് മനസ്സിലായപ്പോൾ ആ മൊബൈലിൻ്റെ ലൊക്കേഷൻ അത് ശബ്ദിച്ചു. അപ്പോഴാണ് കരുനാപ്പള്ളി ഏരിയയിൽ ആണ് ഈ സംഭവം ശബ്ദിച്ചത്. അതുകൊണ്ട് പല്ലനക്കാരനായ ഈ കൊച്ചുമോൻ എന്ന് വിളിക്കുന്ന ആളുടെ കൈവശത്ത് തന്നെയായിരുന്നു ആ മൊബൈൽ എന്ന് പോലീസ് കണ്ടെത്തി രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തു. ഇപ്പോൾ ചില നിയമപ്രശ്നങ്ങൾ അതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. അബൂബക്കറിൻ്റെ മക്കളും ഭാര്യയൊക്കെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു. തങ്ങളുടെ ബാപ്പ തീർച്ചയായിട്ടും ആരെയും കൊല്ലില്ല, വളരെ സ്വാധികനാണ്, എപ്പോഴും ആ വീട്ടിൽ പോകുന്ന ആൾ, അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുള്ളൂ. അത് മനസ്സിലാക്കിയ ഉടനെ പോലീസ്, പ്രത്യേകിച്ച് ഈ ഫോൺ ലൊക്കേറ്റ് ചെയ്തതോടുകൂടി പ്രതി മാറിപ്പോയെന്ന് പോലീസ് മനസ്സിലായി. പക്ഷേ ഇപ്പോഴും വന്നിരിക്കുന്ന പ്രശ്നം, മർഡർ ചെയ്തിരിക്കുന്നത് ആ അബൂബക്കർ അല്ല എന്ന് കൃത്യമായി പോലീസിന് മനസ്സിലായി. അത് സൈനുൽ അബ്ദീനാണ്. 44 വയസ്സുണ്ട് സൈനുൽ അബ്ദീന്. അയാളുടെ മൂന്നാം ഭാര്യയ്ക്ക് അനീഷയ്ക്ക് 38 വയസ്സുണ്ട്. അപ്പം മർഡർ അയാളാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ റേപ്പ് ആണോ ഇല്ലയോ എന്ന് ഇപ്പോൾ സംശയം. വിത്ത് കൺസെൻ്റ് ആകാനാണ് സാധ്യത. കാരണം അയലോകംകാരനാണ്, നിത്യം അവിടെ സന്ദർശകനാണ്. അവരുമായിട്ട് ഈ രീതിയിലുള്ള ബന്ധങ്ങൾ നേരത്തെ മുതലുണ്ടാകാം. പക്ഷേ 302 അല്ലെങ്കിൽ കൊലപാതകം, അത് തീർച്ചയായും സൈനുൽ അബ്ദീൻ്റെ പേരിലാണ്. അതിനകത്ത് അയാളുടെ ഭാര്യ, മൂന്നാമത്തെ ഭാര്യ അനീഷയും പ്രതിയാവും. അതേസമയത്ത് അവർ റേപ്പ് ചെയ്തത് അത് റേപ്പാണോ, അയാളെ ചെയ്തിട്ടുണ്ടാവില്ല. അത് ഇയാൾ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു, താനും അവരുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ അത് വിത്ത് കൺസെൻ്റ് ആണ് എങ്കിൽ തീർച്ചയായിട്ടും ആ റേപ്പ് നിലനിൽക്കത്തില്ല. പക്ഷേ പോലീസ് ഇപ്പം ഒരു സന്നിഗ്ധാവസ്ഥയിലാണ്. മർഡർ മറ്റേ നമുക്ക് തെറ്റിപ്പോയി, അയാൾ മർഡർ ചെയ്തിട്ടില്ല. അബൂബക്കർ എന്ന 68കാരൻ മർഡർ ചെയ്തിട്ടില്ല എന്ന് പോലീസ് ഉറപ്പിച്ചിട്ടുണ്ട്. അതേസമയത്ത് അവരുമായിട്ടുള്ള സെക്ഷൽ റിലേഷൻഷിപ്പ് അത് ബലം പ്രയോഗിച്ച് ചെയ്തതാണോ അതോ വിത്ത് കൺസെൻ്റ് ആണോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടി വരും. അയാൾ അവിടുത്തെ നിത്യസന്ദർശകനാണ്, അവരുമായിട്ട് ആ ബന്ധമുണ്ട്, അതെല്ലാവർക്കും അറിയാം. അയാൾ അവിടെ പോയി എന്ന് ആ ദിവസം, കൊലപാതകം നടന്നെന്ന് പറയുന്ന ദിവസം അവിടെ പോയിരുന്നു എന്ന് ചോദിച്ചാൽ പോയിരുന്നു എന്ന് പറഞ്ഞു. ഇൻട്രോഗേഷൻ സമയത്താണ് അവരുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു. അതുകൊണ്ട് റേപ്പിനുള്ള സാധ്യത വളരെ മങ്ങിയതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് വിത്ത് കൺസെൻറ്റോട് കൂടിയിട്ടുള്ള ഒരു സെക്ഷൽ റിലേഷൻഷിപ്പ് ആയിരുന്നു. അത് വർഷങ്ങളോളമായിട്ട് അവർ തമ്മിൽ ആ ബന്ധമുണ്ട്. ആ സ്ത്രീ ഒറ്റയ്ക്ക് താമസിക്കുന്നതാണ്, തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്ന 68കാരൻ അബൂബക്കർ. അതുകൊണ്ട് പോലീസ് കുറച്ചുകൂടെ ജാഗ്രതയോടെ ആ കേസ് കൈകാര്യം ചെയ്യണം. അബൂബക്കർ അവരുമായിട്ട് സെക്ഷൽ റിലേഷൻഷിപ്പ് മാത്രമേ ഉള്ളൂ എങ്കിൽ തീർച്ചയായിട്ടും അയാളെ ആ കുറ്റത്തിൽ നിന്ന് ഒഴിവാക്കി മറ്റേയാളുടെ പേരിൽ മർഡർ കൊടുക്കണം. മർഡർ കേസ് ചാർജ് ഷീറ്റ് മറ്റേ അയാളെയും ഭാര്യയുടെയും പേരിൽ കൊടുക്കുന്നതായിരിക്കും നിയമപരമായിട്ട് നല്ലത്. പോലീസിന് അതായിരിക്കും ചെയ്യാനുള്ള കാര്യം. അതുകൊണ്ട് ഈ മേലുദ്യോഗസ്ഥർ ഇത് ശ്രദ്ധിക്കണം. ഇത് അവിടുത്തെ SHO ആയിരിക്കണം ആ കേസ് അന്വേഷിക്കുന്നത്. അതുകൊണ്ട് ഇതിനകത്ത് നിയമപരമായ ബുദ്ധിമുട്ടുകൾ ട്രയൽ സമയത്ത് ഉണ്ടാകാതിരിക്കാൻ കൃത്യമായ ഒരു മർഡറുണ്ട്. അതേ സമയത്ത് റേപ്പ് നിലനിൽക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം സൂക്ഷ്മമായി അന്വേഷിച്ച് കണ്ടെത്തണം.